ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ വിക്രമിനെയാണ്. വിക്രത്തിനോട് രാഹുൽ പറയുന്നുണ്ട്, എടാ നിനക്ക് അവിടെ പോണോന്ന് ആഗ്രഹം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. എനിക്കോ അവിടെ പോണോന്നോ? അങ്ങനെ ഞാൻ ചെയ്ത കൊടുത്തിട്ട് അവരുടെ ആത്മാവിന് ശാന്തി കിട്ടണ്ട. പെമ്മക്കളെ മാത്രം സ്നേഹിച്ച ഒരു അമ്മയായത് എനിക്ക് അവരെ കാണുന്നതേ ഇഷ്ടമല്ല. പക്ഷെ ഈ കുത്ത് മറ്റേയാൾക്കിട്ട് കൊണ്ടായിരുന്നില്ല കുറച്ചു ദിവസം മുമ്പ്. അയാൾ ഇതുപോലെ ചത്തിരുന്നെങ്കിൽ സമാധാനമായിരുന്നു എന്റെ അച്ഛൻ എന്ന് പറഞ്ഞ ആളെ എന്ന് പറയാണ്. എന്തായാലും ആരും ഒരു സുഖിച്ച് ജീവിക്കേണ്ട. നമുക്ക് കിട്ടാത്തതൊന്നും മറ്റുള്ളവർക്കും കിട്ടണ്ട. എനിക്കും അത്ര തന്നെ ഉള്ളു അങ്കിളെ. പക്ഷെ അങ്കിളുടെ ഒരാളെ ശത്രുവായിട്ട് കാണുന്നില്ലേ? അങ്കിളുടെ പുന്നാര മരുമകനെ എന്റെ മരുമകനോ? ദേ നീ അങ്ങനെ പറഞ്ഞത് എനിക്ക് ഇഷ്ടമല്ലോ വിക്രം എന്ന് പറയാണ്. എന്തെങ്കിലും ആവട്ടെ, അയാളെ എന്നെ ഉപദേശിക്കാൻ വേണ്ടി വന്നിരിക്കുക. സ്വന്തം അമ്മയല്ലേ പോയി കണ്ടൂടെ എന്നൊക്കെ പറയട്ടെ. എടാ അതൊക്കെ അവന്റെ അഭിനയമാടാ. അവനെ ഇവിടെ നിന്ന് മാറിയതുപോലെ കാണിക്കാണ്. അപ്പൊ ആരെങ്കിലും കാണാൻ വരുമ്പോ നമ്മൾ പറയുമല്ലോ മനോഹർ മാറിയെന്ന്. അത് തന്നെയാണ് അവന്റെ ലക്ഷ്യം. അവൻ മാറിയതായിട്ട് അഭിനയിക്കുക. അയാളുടെ എന്റെയൊക്കെ ഒരു ഉപദേശം എനിക്കെന്തായാലും അയാളും ഈ ശത്രു തന്നെയാണ്. അങ്കിളുടെ കൂടെ ഞാനും ഉണ്ട്. അവനെ കൊല്ലാനും ഞാനും അങ്കിളുടെ കൂടെ ഉണ്ട്. എന്തായാലും ഗംഗ പുറത്തുപോയ സ്ഥിതിക്ക് നീ വീട്ടിൽ പോയാലും അപകടം തന്നെയാണ്. നിനക്ക് ഭയങ്കര പ്രൊട്ടക്ഷനോട് കൂടി തന്നെ വീട്ടിലേക്ക് പോകാൻ പറ്റുള്ളൂ. അവിടെ പോയാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അഥവാ നിന്റെ അമ്മ കത്തണ ചെയ്തയിലേക്ക് നിന്നെ എറിയാനും അവിടെ ആൾക്കാരുണ്ട്. അതെനിക്കറിയാം അങ്കിളെ. അത് മാത്രല്ല എനിക്ക് അവരെ അവസാനമായിട്ട് കാണാൻ പോകുന്നു ഒരു ആഗ്രഹവും ഇല്ല എന്ന് പറയാണ്. എന്തായാലും നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത് നമ്മള് വേണ്ടാത്ത ആൾക്കാർ ഈ ലോകത്ത് വേണ്ട അങ്കിളെ. നമുക്ക് അതന്നെ ചെയ്താൽ മതി. ഗംഗേട്ടന്റെ റൂട്ട് തന്നെയാണ് ശരി എന്ന് പറയണം. അതേടാ, അവൻ ചെയ്ത പോലെ തന്നെ നമ്മളും ചെയ്യണം എന്നൊക്കെ രാഹുലും പറയാട്ടോ. അങ്ങനെ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്ന പ്രകാശിനെയാണ്. പ്രകാശിനെ ഇങ്ങനെ കിടക്കുവാട്ടോ. തൊട്ടരികെ തന്നെ ലക്ഷ്മിയുണ്ട്, കാർത്തികയുണ്ട്, കാദംബരിയുണ്ട്. കാദംബരി എടുത്ത് കാർത്തിക എടുത്ത് പ്രകാശം പറയുന്നുണ്ട്, ലക്ഷ്മി നീ അന്ന് കിരണിനോടും അതുപോലെ തന്നെ ചന്ദ്രസേനടുത്ത് പറഞ്ഞിരുന്നില്ലേ അവനെ ഹോസ്പിറ്റലിൽ പോയിട്ട് കൊല്ലാനായിട്ട്? അത് നീ എന്നോട് പറഞ്ഞെങ്കിൽ ഞാൻ ചെയ്താനായിരുന്നു എന്ന് പറയാണ്. എനിക്ക് അത്രക്കും ബോധമൊന്നും ഉണ്ടായില്ല. പക്ഷെ നീ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അത് 100% ചെയ്താനേ എന്ന് പ്രകാശം പറയുമ്പോഴേക്കും ലക്ഷ്മി പറയുന്നുണ്ട്, ഞാൻ ഒരുപാട് പറഞ്ഞതാണ് അവനെ കൊല്ലാനായിട്ട്. അവൻ ജീവിച്ചിരിക്കണം, നമുക്കെല്ലാം ആപത്താണെന്ന് ഞാൻ പറഞ്ഞതാണ്. പക്ഷെ അതൊന്നും കേട്ടില്ല. അവനെ കൊല്ലാനുള്ള സാഹചര്യം ഒരുപാട് ഉണ്ടായതാണ്. അവനന്ന് ഈ വീട്ടിൽ വന്നപ്പോഴേക്കും കിരണിനെ സുഖമായിട്ട് അവനെ കൊല്ലായിരുന്നു. പിന്നെ കിരണും കല്യാണിയും ഹോസ്പിറ്റലിൽ പോയിട്ട് അവനെ കണ്ടതല്ലേ, അന്നും അവൻ ഇല്ലാതാക്കായിരുന്നു. ഞങ്ങൾ പറഞ്ഞതല്ലേ ഗംഗപ്രസാദ് നിസ്സാരക്കാരനല്ലെന്ന്. അവൻ കൊടും കുറ്റവാളിയാണ് എന്ന് പറയാണ്. അതുകൊണ്ട് ഇപ്പൊ പാവം ദീപയല്ലേ ഇല്ലാതായത് എന്ന് പറയുമ്പോൾ പ്രകാശം പറയുന്നുണ്ട്, പാവം എന്റെ ദീപ. കല്യാണം കഴിഞ്ഞിട്ട് അവളെ കുറച്ചു നാളെ സ്നേഹിച്ചിട്ടുള്ളൂ. പിന്നെ അവളെ പെൺപിള്ളേർക്ക് ജന്മം കൊടുത്തപ്പോ മുതൽ ഞാൻ അവളെ വെറുത്തട്ടേ ഉള്ളൂ. പിന്നെ ആൺകുട്ടി ജനിച്ചു. പിന്നെ എന്റെ സ്നേഹം മുഴുവൻ അവനെയാണല്ലോ ഞാൻ കൊടുത്തത്. പിന്നീട് എനിക്ക് അവളെ മൈൻഡ് ചെയ്തിട്ടില്ലേ. പിന്നീട് ഞാൻ ഇപ്പൊ അവളെ വീണ്ടും സ്നേഹിക്കാൻ തുടങ്ങിയപ്പോഴേക്കും അവളെ അങ്ങ് ദൈവം കൊണ്ടുപോയില്ലേ എന്ന് പറയാണ്. കല്യാണി മോളെ എവിടെ എന്ന് പ്രകാശം ചോദിക്കുമ്പോൾ അവള് ഭയങ്കര കരച്ചിലാച്ച. അവളുടെ കൂടെ ആരെങ്കിലൊക്കെ വേണം, അവളെ ആശ്വസിപ്പിക്കണം എന്നൊക്കെ പറയുമ്പോൾ കാദംബരി പറയുന്നുണ്ട്, അച്ഛ അവളെ ഞങ്ങൾ എങ്ങനെയാ ആശ്വസിപ്പിക്കുന്നത്? അവൾക്ക് 10-22 വയസ്സ് വരെ അമ്മ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അവൾക്ക് ദൈവങ്ങളെക്കാളും മുകളിലാണ് അമ്മ. സത്യം പറഞ്ഞാൽ കിരൺ സാറിനെക്കാളും അവൾക്ക് ഏറ്റവും ഈ ലോകത്തെ ഏറ്റവും ഇഷ്ടം അമ്മയടുത്താണ്. അത് കഴിഞ്ഞിട്ടേ കിരണിനെ പോലും അവൾക്ക് ഇഷ്ടമുള്ളൂ എന്ന് കാദംബരി പറയാണ്. അപ്പോഴേക്കും കാർത്തിക പറയുന്നുണ്ട്, ഇതന്നെയാ ഞാൻ പറഞ്ഞത്, ഇങ്ങോട്ടേക്ക് ഞങ്ങൾക്ക് വരണ്ടായിരുന്നു. ഞാനും അമ്മ ഇങ്ങോട്ട് വന്നത് എല്ലാ പ്രശ്നത്തിനും കാരണം ഞങ്ങൾ ചെന്നൈ തന്നെ ഉണ്ടായാൽ മതിയായിരുന്നു വെച്ചാ നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനമായിട്ട് ജീവിക്കുമെങ്കിലും ചെയ്യായിരുന്നു എന്ന് പറയുമ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട്, കേട്ടില്ലേ പ്രകാശേട്ടാ, മോൾ ഇതന്നെയാ പറഞ്ഞുകൊണ്ടിരിക്കണത്, ഇവിടെ വരണ്ടിയിരുന്നില്ലെന്ന്. അതൊന്നും സാരില്ല മോളെ, നമ്മളൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ മരിക്കേണ്ടവരാണ്. പക്ഷെ എന്നാലും ഈ മരണം അങ്ങനെ വെറുതെ തള്ളാൻ പറ്റില്ല. ആ ഗംഗപ്രസാദ് അവനില്ലാതാക്കിയാലേ നമുക്ക് സമാധാനം കിട്ടുള്ളൂ. പക്ഷെ നിങ്ങൾ ആരെങ്കിലും കല്യാണി മോളുടെ അടുത്ത് പോകണം, അവളൊന്ന് സമാധാനിപ്പിക്കണം, അവളവിടെ ഒറ്റക്കാണ് എന്നൊക്കെ പറയാണ് പ്രകാശൻ. പിന്നീട് കാണിക്കുന്ന കല്യാണിനെയാണ്. കല്യാണി അങ്ങനെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ബെഡിൽ തന്നെ കിടന്ന കിടപ്പ് അങ്ങനെ തന്നെ കിടക്കാണ്. അവിടേക്ക് കിരൺ വരുന്നുണ്ട്. കിരൺ കല്യാണി എടുത്തു വന്നിട്ട് കല്യാണി എന്ന് വിളിക്കുമ്പോൾ കല്യാണി വേഗം കിരണിനെ കെട്ടിപ്പിടിച്ച് കരയാണ്. കല്യാണി കരയല്ലേ കല്യാണി, നമ്മളൊക്കെ മനുഷ്യരല്ലേ. നിന്റെ അമ്മ ഒരിക്കലും നിന്റെ കൂടെ ജീവിതാവസാനം വരെ ഉണ്ടാവില്ല. ഇന്നല്ലെങ്കിൽ നാളെ എല്ലാവരും മരിക്കും. ഒന്നില്ലെങ്കിൽ നിന്റെ അച്ഛനും അമ്മയൊക്കെ നിന്നെ വിട്ടുപോകും, അല്ലെങ്കിൽ നീ അവരെ വിട്ടുപോകും. നമ്മളെല്ലാവരും അങ്ങനെ തന്നെയല്ലേ. ആരാണ് ആദ്യം പോണത് ഒന്നും അറിയില്ല എന്ന് പറയുമ്പോൾ ശരിയാക്കിയിരുന്നേട്ടാ. പക്ഷെ ഇത് എന്റെ അമ്മ കിടപ്പിലായോ അസുഖം വന്നോ മരിച്ചെന്നല്ലോ. എന്റെ അമ്മനെ മനഃപൂർവ്വം കൊന്നതല്ലേ. എന്റെ അമ്മ ഇപ്പോഴൊന്നും മരിക്കേണ്ടതല്ലായിരുന്നു. എനിക്ക് എന്റെ അമ്മേനെ വേണം കിരണേട്ടാ. എന്റെ അമ്മയില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. എനിക്ക് എന്റെ അമ്മേനെ വേണം കിരണേട്ടാ. എനിക്ക് പറ്റില്ല കിരണേട്ടാ. എനിക്ക് എന്റെ അമ്മ കൂടെ തന്നെ വേണം. അമ്മയെന്ന് പണ്ടിനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കല്യാണി. കിരണിനും എന്ത് ചെയ്യണം എന്നറിയണ്ട. കിരണും ആകെ വിഷമിച്ച് അങ്ങനെ തന്നെ നിൽക്കുവാട്ടോ.
പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ബൈജുവിനെയും അതുപോലെ തന്നെ രതീഷിനെയാണ്. ബൈജു പറയുന്നുണ്ട്, രതീഷളിയ ഈ വീട് ആകെ വല്ലാത്തൊരു അവസ്ഥയിലാണ്, പക്ഷെ ഇപ്പോഴും അപകടം മാറിയിട്ടില്ല. കാർത്തികയും അതുപോലെ തന്നെ ലക്ഷ്മിയമ്മക്കും നേരെ ഇനിയും ഭീഷണി വരും എന്ന് പറയണം. അത് നീ പറഞ്ഞ ശരിയാടാ. ബൈജു പറയണ്ട്, നമ്മൾ മനുഷ്യരായിട്ട് കഴിയുന്നത് ഈ വീട്ടിൽ വന്നേ പിന്നെയാണ്. ഞാനൊക്കെ എന്ത് സ്വഭാവമായിരുന്നു, കിരണളിയന്റെയും അതുപോലെ തന്നെ കല്യാണിന്റെ കൂടെ കൂടിയ പിന്നെയാണ് എന്റെ സ്വഭാവമൊക്കെ മാറിയത് എന്ന് പറയുമ്പോ രതീഷും പറയണ്ട്, അത് ശരിയാ നീ പറഞ്ഞത്. കാദംബരിനെ കല്യാണം കഴിക്കുന്ന സമയത്തൊക്കെ ഞാനൊരു മുരടൻ തന്നെയായിരുന്നു. ഇവരുടെ കമ്പനി കയറിയ പിന്നെയാണ് ഞാനും ആകെ മാറിയത്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവൻ കളഞ്ഞിട്ടാണെങ്കിലും ഇവരെ രക്ഷിച്ചേ പറ്റൂ എന്ന് പറയുമ്പോഴേക്കും ബൈജു പറയണ്ട, അതെ അതന്നെയായിരുന്നു ആഗ്രഹം. അവര് നമ്മൾ ഇത്രമാത്രം സപ്പോർട്ട് ചെയ്ത് നമ്മളെ സ്നേഹിച്ചു, പക്ഷെ അവരുടെ ഒക്കെ ഒരു ആവശ്യം വന്നപ്പോൾ നമ്മൾ കൂടെ ഉണ്ടാവാൻ പറ്റില്ലല്ലോ രതീഷളിയ. നമുക്ക് എങ്ങനെയെങ്കിലൊക്കെ ഇനി ആ ഗംഗപ്രസാദിനെ വെറുതെ വിടാൻ പാടില്ല. അവനെ കൺമുമ്പിൽ കണ്ട അവനെ ഇല്ലാതാക്കി കളയണം. രതീഷ് വേണ്ട, അതെ എനിക്കും അത് തന്നെയാണ് ആഗ്രഹം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കെ അവിടേക്ക് കിരൺ വരുവാണ്. അതേ കിരണളിയാൻ വന്നല്ലോ. കല്യാണി എന്ന് പറയുമ്പോ അവൾ ആകെ കരച്ചിലാടാ. അവൾക്ക് എതിർക്കിട്ട് താങ്ങാൻ പറ്റില്ലല്ലോ. അവൾ ഇനി ഇതിന്ന് കര കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് എന്റെ കല്യാണിയുടെ കരച്ചിലിന് ഒരു സമാധാനം വരുത്തിയേ പറ്റൂ. അവളുടെ കരച്ചിലിന് ഒരു ആശ്വാസം കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ഗംഗപ്രസാദ് മരിക്കണം. അതിനു വേണ്ടിയിട്ടാ ഇനി എന്റെ പോരാട്ടം ഫുള്ളും. അതിനുവേണ്ടി ഞാൻ ബിസിനസ്സും കാര്യങ്ങളും പോലും കുറച്ചു ദിവസത്തേക്ക് നോക്കുന്നേ ഇല്ല. അവൻ എങ്ങനെ വന്നു എന്ന് മനസ്സിലാവണില്ല ഇങ്ങോട്ടേക്ക്. എന്റെ അച്ഛന്റെ ആളുകൾ എല്ലായിടത്തും നിന്നതാണ്, എല്ലാ വണ്ടികളും പരിശോധിച്ചതാണ്. പക്ഷെ എങ്ങനെയാ അവൻ ഇവിടെ വന്നത് മനസ്സിലാവുന്നില്ല. എന്തായാലും അവൻ ഇല്ലാതാക്കിയല്ലേ സമാധാനാവുള്ളൂ. എങ്കിലേ കല്യാണിക്ക് സമാധാനാവുള്ളൂ. കല്യാണിന്റെ കണ്ണീരിന് വില കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവൻ ഇല്ലാതാവണം. അവനില്ലെങ്കിൽ ഇനി ഒരുപാട് പേരുടെ ജീവൻ എടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കിരൺ പുറത്തേക്ക് ഇറങ്ങാട്ടോ. കിരൺ പോകുമ്പോഴേക്കും ബൈജു പറയുന്നുണ്ട് രതീഷിനോട്, രതീഷ് അളിയ കിരണളിയൻ എല്ലാം തീരുമാനിച്ചിട്ടാണല്ലോ. അതേടാ, കിരണ സാർ എല്ലാം തീരുമാനിച്ചിട്ട് തന്നെയാണ്. ഇനി കിരൺ സാറിന്റെ കൂടെ നമ്മൾ നിന്നേ പറ്റൂ എന്ന് പറയാണ്. അതെ, അത് തന്നെയാ വേണ്ടതെന്ന് ബൈജുവും പറയുന്നുണ്ട്. പിന്നീട് കണ്ടുള്ള ലക്ഷ്മിനാണ്. ലക്ഷ്മി ഒരു ഗ്ലാസ് ചായ ആയിട്ട് കാർത്തിക്കിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. മോളെ ഇത് കുടിക്ക്. എനിക്ക് വേണ്ട അമ്മേ. കല്യാണി കുടിച്ചോ? ഇല്ല. എന്നാ അമ്മ കല്യാണിന്റെ അടുത്ത് പോയിട്ട് അവളെ എന്തെങ്കിലും കുടിക്കുകയോ ഭക്ഷണം കഴിപ്പിക്കുകയോ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യുമെന്ന് പറയാണ്. അവളുടെ അടുത്തേക്ക് മോളും വാ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ കാർത്തികയും അതുപോലെ തന്നെ ലക്ഷ്മിയമ്മയും കൂടി കല്യാണിന്റെ അടുത്തേക്ക് പോവാണ്. കല്യാണി കരഞ്ഞോട് കിടക്കാട്ടോ. മോളെ കല്യാണി എന്ന് പറഞ്ഞ് വിളിക്കേണ്ട ലക്ഷ്മിയമ്മ ലക്ഷ്മിനെ കെട്ടിപ്പിടിച്ച് കല്യാണി കരയാണ്. മോളെ ഇത് കുടിക്കെന്ന് പറയുമ്പോ എനിക്ക് വേണ്ട, എനിക്കൊന്നും വേണ്ട, എനിക്ക് എന്റെ അമ്മേനെ മാത്രം മതി എന്ന് പറയുമ്പോ മോളെ ഞാൻ പറയണത് മോളൊന്ന് കേക്ക്. ഇനി മോളുടെ അമ്മയെല്ലാം ഞാൻ തന്നെയാണ്. മോളെ ദീപ നമ്മളെ വിട്ടുപോയി. ഇല്ല, എന്റെ അമ്മ എന്നെ വിട്ടു പോയിട്ടില്ല. അമ്മ ഇവിടെയൊക്കെ തന്നെയുണ്ട്. കുറച്ചു മുമ്പ് വരെ എന്നെ വിളിച്ചിരുന്നു. കല്യാണി മോളെ എന്ന് പറഞ്ഞിട്ട് എന്റെ അടുത്ത് വന്നിരുന്നതാണ്. എന്റെ അമ്മ പോയെന്ന് ഞാൻ വിശ്വസിക്കില്ല എന്ന് പറയാണ്. അപ്പോഴേക്കും കാർത്തിക പറയണ്ട, എല്ലാം എന്റെ അമ്മയുടെ തെറ്റാണ് കല്യാണി. ഞങ്ങൾ ഒരിക്കലും ഇവിടെ വരാൻ പാടില്ലായിരുന്നു. ഞങ്ങൾ വന്നത് കൊണ്ടല്ലേ നിങ്ങൾക്ക് ഇതൊക്കെ സംഭവിച്ചത് എന്ന് പറയാണ്. അപ്പോഴേക്കും കല്യാണി പറയണ്ട്, എന്തൊക്കെ പറഞ്ഞാലും ചേച്ചി അച്ഛൻ ചേച്ചിനെയും ജനിച്ച സമയത്ത് നിങ്ങൾ ഉപേക്ഷിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നു. പക്ഷെ നിങ്ങൾക്ക് ഒരുപാട് ദുരന്തമൊന്നും ഉണ്ടായിട്ടില്ല. ലക്ഷ്മമ്മ വേറെ വിവാഹം കഴിച്ചു. അതുകൊണ്ട് നിങ്ങൾക്ക് സന്തോഷമുള്ളൊരു ജീവിതം തന്നെയാണ് നിങ്ങൾക്ക് കിട്ടിയത്. പക്ഷെ എന്റെ അമ്മ എത്ര വർഷം കഷ്ടപ്പെട്ടതാണ്. ഇപ്പൊ 2-3 വർഷമായിട്ടുള്ള അമ്മ സന്തോഷം അനുഭവിക്കാൻ തുടങ്ങിയിട്ട്. പാവം എന്റെ അമ്മ. ആരും അനുഭവിക്കുന്ന പോലെ സന്തോഷമൊന്നും എന്റെ അമ്മ അനുഭവിച്ചില്ല. എന്റെ അമ്മ ഒരുപാട് വിഷമിച്ചിട്ടാ മരിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് കല്യാണി ഇങ്ങനെ കരയാട്ടോ. അത് കേൾക്കുമ്പോൾ ലക്ഷ്മി അമ്മക്കും കാർത്തികക്കും ഒക്കെ വിഷമാവുന്നുണ്ട്. ആ ഒരു ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീർന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.